നക്ഷത്രം എണ്ണിയ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. വേറെ ഒന്നുമല്ല, നേരം വെളുത്തപ്പോൾ തന്നെ നല്ലൊരു മഴ കിട്ടി. അതും പിടിച്ചുകൊണ്ടാണ് നേരെ ഗോഡൗണിലേക്ക് വന്നത് കേട്ടോ. ബില്ലും കൊണ്ടേ കൊടുത്തേച്ച് പിന്നെ ബത്തേ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോണ വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും നാട്ടിൽ പച്ചക്കറി വിൽക്കുമ്പോഴാണ് ഇമ്മാരിവിടെ ലിച്ചി വിറ്റുകൊണ്ടിരിക്കണേ. അടുത്ത മഴയ്ക്ക് മുമ്പ് റൂമിലെത്താമെന്നും വെച്ച് പോയതാ. നല്ലൊരു മഴയും കിട്ടി, 1 മണിയായി. റൂമിൽ കയറേണ്ട ആവശ്യമൊന്നും വന്നില്ല. വിശക്കാൻ തുടങ്ങിയപ്പോൾ നേരെ പിള്ളേരുടെ കടയിലേക്ക് ഞാൻ വിട്ടു. അവിടെ ചെന്നപ്പോഴത്തേക്കും മുറിശി പറഞ്ഞൊരു അടുത്ത് ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, അതും പിടിച്ചോളാൻ പറഞ്ഞു. പിന്നെ തിരിച്ച് ഞാൻ റൂമിൽ ചെന്ന് കിടന്നുറങ്ങി എണീറ്റപ്പോൾ 10 മണി. മുറിശി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ്റെ കൂടെ മാർക്കറ്റിൽ ചെന്ന് കളശനും കഴിഞ്ഞ് വെച്ചാൽ അയത്തിനെയും വിളിച്ചു കേട്ടോ. അയത്തിനെയും വിളിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ വീട്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ CCയിലേക്കാണ്. വിശക്കണമെന്നുള്ളൊരു വാക്ക് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടത് ഷവർമ്മ ഹൗസിലേക്ക്. ആദ്യമായിട്ടാണ് ഇമ്മാർ രണ്ടുപേരും ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. എന്താണെന്നറിയത്തില്ല, കണ്ണാടി കണ്ടപ്പോൾ ഒരു ആഹ്ലാദം. രണ്ടും കൂടെ നിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഞാനും കൂടെ കൂടി. അപ്പോൾ ഇടയ്ക്ക് ഉമ്മാർ വന്ന് ഞങ്ങളെ മാറ്റി. ഞാൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് വീഡിയോ എടുക്കണം. എനിക്ക് കണ്ടപ്പോൾ ഒരു കൊതികുത്ത്. ഞാനും ഒറ്റയ്ക്ക് വീഡിയോ എടുത്തു. മെനു കണ്ടപ്പോൾ തന്നെ 2 കിളിയും പറയും ഇത് എന്ത് പണ്ടാരമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട 2 സാധനം പറഞ്ഞു വെച്ചിങ്ങായിരുന്നു. ഒന്നുമല്ല, ഷവർമ്മയും ഒരു ബ്രോസ്റ്റ് ഇടും. എൻ്റെ ബ്രോസ്റ്റ് എടുത്ത് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. വാ പൊള്ളിയാലും വേണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുറിശി നിന്ന്. ഇതൊക്കെ എന്തെന്നും പറഞ്ഞ് അജിത്തും. കണ്ടില്ലേ ചിരിക്കുന്ന ചിരി. ഷവർമ്മ പിന്നെ എങ്ങനെയെങ്കിലും അകത്താക്കണം എന്നുള്ള ചിന്തയായിരുന്നു. മുറിശി അത് പൊട്ടിച്ച് വെക്കേണ്ട താമസം തന്നെ. അറിഞ്ഞും 3 പീസാക്കി അങ്ങ് മുറിച്ചു. ഞാനൊരു പീസ് അങ്ങ് എടുത്തു. എന്താ അന്തസ്. പിന്നെ ആ പരിപാടികളെല്ലാം കലാസാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ അയത്തിന് റൂമിലും കൊണ്ടുവിട്ടു. പിന്നെ അത്രയുള്ളൂ. മസ്സലാം.